ഞാൻ തുടങ്ങട്ടെ. ഇപ്പോ ശരിക്കും താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ ഒരു കോമാളി പീസായി, കളിയാക്കാൻ ഒരു കോമാളി പീസായി. അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. പക്ഷെ അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ, പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ ലോകം ഒന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റെന്നോ? അതായത് താങ്കൾ ശരിയാണ്, അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന്, ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ്, അഹങ്കാരം താങ്കളുടെ വാക്കുകൾ. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. 57 വയസ്സാണെന്ന് അവര് തന്നെ പറഞ്ഞു. അമ്മച്ചിന്ന് അവരെ വിളിക്കാമെങ്കിൽ അവർക്ക് താങ്കളെ തള്ളച്ചിന്ന് വിളിക്കാം. എന്നെ തള്ളച്ചിന്ന് ആദ്യം വിളിച്ചോണ്ടാണ് ഞാൻ അവരെ അമ്മച്ചിന്ന് വിളിച്ചത്. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നോ? കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ, നന്നായിട്ട് കരയായിരുന്നു. ആരും കാണാതെയൊക്കെ കരയായിരുന്നു, അല്ലാതെയും കരയുമായിരുന്നു. ആ സമയത്ത് അന്നും ഒരു അലിഗേഷൻ കേട്ടിരുന്നു, രേണുസുതി സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോഴും ക്യാമറ നോക്കിക്കൊണ്ടാ കരഞ്ഞത്. ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. എന്തും പറയാതല്ല, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളാണ് ഭാര്യ. അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ, സത്യമാണോ ഇല്ലെന്നൊന്ന് തെളിയിക്കാൻ പറ്റും. പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം രേണുസുതിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറലാകാറുണ്ട്. ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ, നമ്മള് ഈ തീ എന്നാണ് അവരുടെ സിമ്പിൾ പോലും തീയാണ്. അതിലിരുന്നാൽ നമ്മളെല്ലാരും പൊള്ളും. തീ എപ്പോഴും തൊട്ടാ പൊള്ളും. നല്ല തണുപ്പാണല്ല. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ഞാനും രേണുസുതിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നീ വലിയ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ച പിച്ചലടിക്കും. നിനക്ക് എന്റെ സ്വഭാവം അറിയാൻ പാടാത്തോ? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അത് ഏതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. രേണുസുതിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നാണുണ്ടോ നിങ്ങക്ക്? സത്യത്തിൽ എനിക്കാണോ കുഴപ്പം, നിങ്ങൾക്കാണോ കുഴപ്പം? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അതിൽ 7000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്, ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഞാൻ പോകുന്നു. ബൈ ബൈ.